അല്ല ചായക്കട ചേട്ടാ എന്തായി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇത് കണ്ടോ, ഫാൻസി ഡ്രസ് പാർട്ടിയാണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് 10,000 രൂപ പാരിതോഷികം. വേഗത്തിൽ നല്ല ചൂടുള്ള സമൂസകൾ തരൂ. അതിന്റെ പൈസ ഈ 10,000 എടുത്തോളൂ. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ തന്നെ ഇത് ജയിക്കാൻ പോകുന്നുവെന്ന്. എടോ, ഞാനും പങ്കെടുക്കുന്നുണ്ട്, എനിക്കും ജയിക്കാമല്ലോ. എന്തു പറയുന്നു? എന്റെ രോഗികളാണ് സത്യം, ഞാൻ അതിൽ ജയിക്കും ഉറപ്പാ. ഫാൻസി ഡ്രസ്സാ പൊളിച്ചെടുത്തല്ലോ, ഞാൻ തന്നെ ജയിക്കും ട്ടോ. ചേട്ടാ ഇതിന്റെ പൈസ ആ 10,000 കട്ട് ചെയ്തോളൂ. കാരണം ഞങ്ങൾ തന്നെയാ ജയിക്കാൻ പോന്ന്. എന്നാ വിട്ടോ എന്റെ റെയിൻഡിയേഴ്സ്. നിങ്ങൾ ഇങ്ങനെ നിന്നാ ഞാൻ എങ്ങനെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ എത്തിപ്പെടും? എന്റെ മക്കളെ ഒന്ന് മനസ്സിലാക്ക്. എന്തിനാണ് ഈ ദേഷ്യം? എന്റെ പത്ലു, ഈ ഡോഗികൾ നീങ്ങുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് റെയിൻഡിയർ ആക്കിയതിന്റെ ദേഷ്യത്തിലാന്നാ. ഡോഗിയെ റെയിൻഡിയർ ആക്കിയ പിന്നെ അതിന് ദേഷ്യം വരാതിരിക്കോ? അത് ഈ വണ്ടിയൊന്നും വലിക്കില്ല. ഡോഗി, ഞാൻ ശരിക്കുള്ള ആടല്ല, ഞാൻ മനുഷ്യനാ. മോട്ടു, ഈ ഡോഗ്സിനെ ഒന്ന് നിർത്തേ. ഞാനേ ഇവിടെ കുടുങ്ങി കിടക്കുക, പിന്നെ ഞാൻ എങ്ങനെയാ രക്ഷിക്കുക? രക്ഷിക്കണേ. ഇവന്മാരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ. എന്റെ അമ്മോ, ഞങ്ങളുടെ ഫുർഫുര നഗരത്തിൽ കൊള്ളക്കാരൻ, അതും കടൽ കൊള്ളക്കാരൻ. വിടില്ല ഞാൻ. The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. കേട്ടല്ലോ, എംപോസിബിൾ. കൊള്ളടിക്കാൻ വന്നാൽ നീ എന്ത് കരുതി? ഞാൻ നിന്നെ വെറുതെ വിടുന്നു. ചിങ്കം ഭയങ്കര ദേഷ്യക്കാരനാണ്, അടിച്ചുന്നുണ്ട്, ഏറ്റൊടിക്കും. അടി നിർത്തുന്നത് ജയിലിലേക്ക് പോയതിനു ശേഷം അതുവരെ നിന്നെ ഞാൻ ഇടിച്ച് ചമ്മന്തിയാക്കും. ബോക്സർ. ഓ, അപ്പൊ നീ ബോക്സർ എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണല്ലേ? നിന്റെ ബോക്സിംഗ് കണ്ട് ഞാൻ പേടിക്കില്ല. എന്നാ പേടിക്കണ്ട, ഇന്നാ പിടിച്ചോ. എന്റെ അമ്മോ, ഇത് ശരിക്കുള്ള ബോക്സർ ആണല്ലോ. എന്റെ അമ്മോ, ഇതാര് ബോക്സറേട്ടനല്ലേ? സോറി, നിങ്ങൾക്ക് എന്തായാലും ഇപ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടും. എന്ത് നല്ലൊരു ഗെറ്റപ്പ്, അടിപൊളി. താങ്ക് യു തിങ്കം സാർ. ഉറപ്പല്ലേ ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെയല്ലേ? പൊളിച്ചെടുത്തല്ലോ, ആരെങ്കിലും എന്തേലും ധർമ്മം തരണേ. എന്റെ അമ്മോ, ഈ ഭിക്ഷക്കാർ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യണ? ഒന്ന് മാറി നിൽക്കൂ, പുറകെ കമ്മീഷണർ സാറിനെ കണ്ടില്ലേ? ഭിക്ഷക്കാരാ, മര്യാദക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് ജയിലിനകത്തിടും. ഗുഡ് മോർണിംഗ് സർ, വെൽക്കം ടു ഫാൻസി ഡ്രസ് പാർട്ടി. ഗുഡ് മോർണിംഗ്. ഈ ജോൺ തന്നെ ആയിരിക്കും ജോൺ ആയിരിക്കും. ചിങ്കം വരെ എന്നെ സലൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇനി എന്നെ ആർക്കും തടയാൻ പറ്റില്ല. എന്റെ അമ്മോ, ജോൺ നീയായിരുന്നു? എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. മിക്കവാറും നിനക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുക. ഫസ്റ്റ് പ്രൈസ് ഫോർ ജോൺ ദ ഡോൺ. ഭിക്ഷക്കാരാ, ഒന്ന് പോകുന്നുണ്ടോ? പ്ലീസ് ഒന്ന് പോകണം.
ഓയ് എന്റെ ചിങ്കൻ സാറേ, ഞാൻ ഡോക്ടർ ജഡ്കയാണ്. പിന്നെ ഇത് ഗസീട്ടാറാവോ? എന്റെ അമ്മോ, എനിക്ക് നിങ്ങൾ രണ്ടാളെ കണ്ടിട്ട് തീരെ മനസ്സിലായില്ല. ഈ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടും. എന്താ പറഞ്ഞേ? ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ അമ്മോ, ഇത് ഏത് വീട്ടിലത്തെ ആട്ടുംകുട്ടിയാണ്? ഇവിടെ വന്നിട്ട് ഇതിന് എന്താ തിന്നാനുള്ളത്? ഏയ്, ഒന്ന് മാറി നിക്ക്. ആരെങ്കിലും ഇതൊന്ന് മാറ്റിക്കേ. എന്റെ അമ്മോ, ഇതാരും നമ്മുടെ ക്രിസ്മസ് ഫാദർ അല്ലേ? ക്രിസ്മസ് വരാറായല്ലോ. ആട്ടുംകുട്ടി ഒന്ന് മാറി നിക്ക്. ചിങ്കം സാറേ, ഞാൻ ആടല്ല, പത്ലു ആണ്. പിന്നെ ഇത് മോട്ടു ആണ്. ഈ ഡോഗികൾ ഓടിച്ചോടിച്ച് ഞങ്ങളെ ഈ പരുവമാക്കിയതാ. എന്റെ അമ്മോ, ഇത് ശരിക്കും അടിപൊളി ഫാൻസി ഡ്രസ് ആണല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുക. എന്റെ അമ്മോ, എല്ലാരെയും മണ്ടന്മാരാക്കുന്നു. എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നു. എന്നാ പിടിച്ചോ പ്രൈസ്. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് തരാം. ഇന്നാ. ചിലപ്പോ എനിക്ക് വിലപിടിപ്പുള്ള ഒരു കൊറിയർ അങ്ങോട്ട് വരും. ആരും അതിനെ തൊട്ടു പോകരുത്, പറഞ്ഞേക്കാം. ഇത് ചിങ്കൻ സാറിന്റെയാണ്. അദ്ദേഹം എവിടെ? ഇതിൽ എന്താണെന്ന് എന്നോടൊന്ന് പറയ്. ഈ ജോണാണ് ഇപ്പൊ പോലീസുകാരൻ. എനിക്കറിയില്ല, എന്തോ വിലവെടുപ്പുള്ള സാധനമാ. പാക്ക് ചെയ്യുമ്പോ സൂക്ഷിച്ച് ചെയ്യണോന്ന് പറഞ്ഞായിരുന്നു. അകത്തെന്തോ ചെറിയ തിളങ്ങുന്ന സാധനങ്ങളുണ്ട്, ഡയമണ്ട് പോലെ. ഡയമണ്ടോ? കമ്മീഷണർ ഇൻസ്പെക്ടറെക്കാളും സീനിയർ ആണ്. ഈ ഡയമണ്ട്സ് എന്റെ കയ്യിൽ തന്നേക്ക്. പോലീസുകാര് പബ്ലിക്കിനെ സേവിക്കാനുള്ളതല്ലേ. പൊളിച്ചെടുത്തല്ലോ. ഡയമണ്ട് എനിക്കും ആവശ്യമുണ്ട്. അതെ, ഈ ഫാൻസി ഡ്രസ്സൊക്കെ വിട്ടിട്ട് ആ ഡയമണ്ട് മേടിക്കാൻ നോക്ക്. എന്താ നോക്കി നിൽക്കുന്നേ? വരൂ. പിന്നാലെ പോ. നിയമമാണ് സത്യം, മര്യാദയ്ക്ക് മാറി നിൽക്കോ. എന്റെ അമ്മോ, ഇവന്മാരെങ്ങോട്ടായി ഓടി പോകുന്നത്? നിങ്ങളുടെ വിലപിടിപ്പുള്ള ബോക്സ് ജോണിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ ഓടിയതാ. എന്റെ അമ്മോ, എന്റെ പെട്ടി. പത്ലു, ഈ ഡയമണ്ട് മേടിക്കുമ്പോഴത്തേക്ക് നമ്മള് മുകളിലുള്ളവന്റെ അടുത്ത് എത്തിപ്പെടുമെന്നാ തോന്നുന്നത്. Hey, stop! Stop in the name of love! ഇപ്പൊ കണ്ടോ, നീ പറഞ്ഞ പോലെ തന്നെ നമ്മള് മുകളിലുള്ളവന്റെ അടുത്ത് എത്തുന്ന തോന്നുന്നേ. പൊളിച്ചെടുത്തല്ലോ. ബോക്സ് വളരെ കനമുണ്ട്. എടാ, ബോക്സിന്റെ കാര്യമൊക്കെ വിട്ടിട്ട് ഡയമണ്ട് എടുത്തിട്ട് ഓടാൻ നോക്കണേ. ഇവന്മാര് രണ്ടുപേര് ഡയമണ്ട് എടുത്തോണ്ട് മുങ്ങിയെന്നാ തോന്നുന്നത്. എന്നെ കൊണ്ടുപോവട്ടെ. അത് കണ്ടോ, രണ്ടുപേരും സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കുക. എന്ത്? എല്ലാവരും അവരവരുടെ പങ്കെടുത്തോണ്ട് പോവുകയാണോ? പിന്നെ ഞാനെന്തിനും മടിച്ചു നിൽക്കണം? മോട്ടു അവിടെ നിക്ക്, എന്തോ പ്രശ്നമുണ്ട്. പത്ലു, പ്രശ്നങ്ങളൊക്കെ പിന്നെ പരിഹരിക്കാം. ആദ്യം ഡയമണ്ട് എടുക്കട്ടെ.
അവന്മാർക്കറിയില്ല അതിനകത്ത് എന്താ ഉള്ളതെന്ന്. ആദ്യം ഈ പെട്ടിയുടെ സ്വിച്ച് ഓഫ് ചെയ്യണം, എന്നിട്ട് വേണം അകത്തുള്ളത് പുറത്തെടുക്കാൻ. ആ. എന്റെ അമ്മോ, ഈ ബോക്സിനകത്ത് എന്താ ഉള്ളതെന്ന് കണ്ടോളൂ. ഇത് ഞാൻ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടി വാങ്ങിയതാണ്. കണ്ടോ കണ്ടോ കണ്ടോ, ഓരോ ബൾബും എത്ര വെളിച്ചം തരുന്നുവെന്ന്. ഒരു മധുര കിനാവിൽ ലഹരിയിൽ എന്നോ കുടമുല്ല. പൂവിരിഞ്ഞു പൂവിരിഞ്ഞു പൂവിരിഞ്ഞു. എന്റെ അമ്മോ, എന്തിനാ എന്റെ മീതെ കല്ലെറിയുന്നത്? മമ്മി, എന്നെ രക്ഷിക്കണേ.